പൊള്ളയായ വാക്കുകളിലും തത്വശാസ്ത്രങ്ങളിലും നമ്മുടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലും തർക്കിച്ച് സമയം കളയുന്നവരാകരുത് നാം. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് തർക്കിക്കുമ്പോൾ അതിൽ നിന്നും എന്ത് പ്രയോജനം നമുക്കുണ്ടാകുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. തർക്കിക്കുന്ന താങ്കൾക്കും താങ്കളോട് തർക്കിക്കുന്ന ആളിനും ആത്മീയ വർധന വരുത്തുന്നില്ല എങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് വലിയ മഠയത്തരമാണ്. പലപ്പോഴും വാഗ്വാദം കഴിയുമ്പോൾ വാശി കൂടുക മാത്രമാണ് ചെയ്യുന്നത്. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. സുവിശേഷം ക്രിസ്തുയേശു എന്ന വ്യക്തിയിലേക്ക് കേന്ദ്രീകൃതമാകുമ്പോൾ മാത്രമാണ് അതിന് ശക്തി ഉണ്ടാകുന്നത്. വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള അപ്രയോജനമായ കാര്യങ്ങളെ ഒരു സുവിശേഷകൻ ഒഴിഞ്ഞിരിക്കേണ്ടതുണ്ട്. ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരൻ എന്നുള്ളത് ഒരു സുവിശേഷനെ സംബന്ധിച്ച് ഘനമേറിയ ചിന്തയാകുന്നു. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവകാലം മുഴുവൻ അധ്വാനിച്ച് സ്ഥാപിച്ച സഭകളിൽ പ്രമുഖമായിരുന്നു എഫെസോസിലെ സഭ. ആ സഭയെ തൻ്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിന് ഏൽപ്പിക്കുമ്പോൾ അപ്പോസ്തലൻ നൽകുന്ന ആലോചനകളാണല്ലോ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എഫെസോസിലെ സഭയിലെ പ്രശ്നങ്ങളും തിമോത്തിയോസ് എന്ന വ്യക്തിയിലെ പരിമിതികളും വിലയിരുത്തിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവുമായി ഒരു യഥാർത്ഥ ബന്ധം എന്നാൽ എന്താകുന്നു എന്ന് കാണിക്കുന്ന ചില സാദൃശ്യങ്ങൾ 2-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. ആദ്യം അവനൊരു പടയാളിയെക്കുറിച്ച് വിവരിച്ചു. തുടർന്നവൻ ഓട്ടമത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുവൻ്റെ ചിത്രം വരച്ചു. പിന്നെ ഒരു കൃഷിക്കാരൻ്റെ അധ്വാനത്തെക്കുറിച്ച് വിവരിച്ചു. ഇനിയും 2-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വേറെ കുറേ സാദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 7ഉം 8ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അവിടുന്ന് ആരാണ്? അവിടുന്ന് ദാവീദിൻ്റെ സന്തതിയാണ്. അതിൻ്റെ അർത്ഥം അവൻ ഇവിടെ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ പോകുന്നവനാണ്. അതുമാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അതാകുന്നു അവൻ്റെ സുവിശേഷമെന്ന്. ഈ സുവിശേഷം താൻ പ്രസംഗിച്ചത് കൊണ്ട് പൗലോസ് പറയുന്നു, ഇത് എൻ്റെ സുവിശേഷമാകുന്നു എന്ന്. 9ഉം 10ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരനെന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. എന്ന പോലെ കഷ്ടം സഹിക്കുന്നു എന്ന് നാം വായിച്ചു. താങ്കൾ ദൈവവചനത്തിനായി നിൽക്കുന്നു എങ്കിൽ താങ്കൾ കഷ്ടത്തിലാകും എന്ന് മറക്കരുത്. പൗലോസ് ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുവാൻ തുടങ്ങി. ദൈവവചനം പഠിപ്പിച്ചതിനാൽ അവൻ കാരാഗ്രഹത്തിലായി. എന്നിട്ട് അവൻ പറയുന്നു, ദൈവവചനത്തിനോ ബന്ധനമില്ല. പൗലോസ് ചങ്ങലയിലായിരുന്നെങ്കിൽ തന്നെ അവൻ കണ്ടുപിടിച്ച ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനം റോമൻ ലോകത്തിലെല്ലാം പരക്കുന്നു എന്നത്രേ. സിംഹാസനത്തിൽ അന്നിരുന്നിരുന്നത് ഭ്രാന്തനായ ഒരു കൈസറായിരുന്നിട്ടും, അവൻ ഏകാധിപതികളുടെ ഏകാധിപതിയായിരുന്നിട്ടും, പൗലോസിൻ്റെ നാവടക്കുവാൻ അവനെ ബന്ധിച്ചിട്ടും ദൈവവചനത്തെ ബന്ധിക്കുവാൻ ചക്രവർത്തിയെ കൊണ്ട് കഴിഞ്ഞില്ല. ഇന്നും ഈ വചനം ലോകത്തിൽ പരന്നുകൊണ്ടിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. എപ്പോഴാണ് നാം അവനോടുകൂടെ മരിച്ചത്? 2000-ൽ പരം വർഷങ്ങൾക്കപ്പുറം അവൻ കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ നാമും അവനോടുകൂടെ മരിച്ചു. നാം ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്ന് അവനെ നമ്മുടെ രക്ഷകനായി അംഗീകരിച്ചപ്പോൾ അവൻ്റെ മരണം നമ്മുടെ മരണമായി. നാം അവനോട് താതാത്മ്യപ്പെടുകയും ജീവൻ്റെ പുതുക്കത്തിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം ഇന്നേ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവിടുത്തെ ജീവിതം നമ്മിലൂടെ ജീവിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നത്രേ. അതെ, നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. അതെ, അവനോടുകൂടെ ജീവിക്കുവാനുള്ള ഒരേ ഒരു മാർഗം അവനോടുകൂടെ മരിക്കുക എന്നുള്ളതാണ്. 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. സകല വിശ്വാസികളും കർത്താവിനോട് കൂടെ വാഴുവാൻ പോകുന്നില്ല എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. അവനായി കഷ്ടം സഹിച്ചവർക്ക് മാത്രമുള്ളതായി ഈ വാക്യത്തെ ഞാൻ കാണുന്നതിൽ തെറ്റില്ലല്ലോ. ക്രിസ്തുവിന് വേണ്ടി വാസ്തവമായി കഷ്ടം സഹിച്ച ഒരു കൂട്ടം ദൈവമക്കളെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് ഈ വാക്യം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സ്വർഗത്തിൽ വിശുദ്ധ പൗലോസിനോടൊപ്പം എനിക്കും പദവി തന്നാൽ അതെനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കും. അവൻ കഷ്ടം സഹിച്ചതിൻ്റെ ഒരു അംശം പോലും സഹിക്കാത്ത ഒരാളെ അവനോടൊപ്പം ആദരിക്കുന്നത് അന്യായമല്ലേ? വിശുദ്ധ പൗലോസിൻ്റെ ലോകത്തെ, അതെ, അവൻ ജീവിച്ചിരുന്ന കാലത്തെ റോമാ സാമ്രാജ്യത്തിൽ രക്തസാക്ഷികളായ അനേകം വിശ്വാസികളുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ. ഒരു കണക്ക് പറയുന്നത് 5 ദശലക്ഷം ക്രിസ്തു വിശ്വാസികൾ വധിക്കപ്പെട്ടു എന്നത്രേ അക്കാലത്ത്. കാരണം അവർ ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ മടിച്ചു. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും എന്നാണ് നാം വായിച്ചത്. വളരെ ശക്തമായ ഭാഷയാണിത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു എന്ന് യാക്കോബ് പറഞ്ഞതിനോട് പൗലോസും യോജിക്കുന്നു എന്ന് ഈ പ്രസ്താവന വ്യക്തമാക്കുന്നു. പൗലോസും യാക്കോബും ഒരിക്കലും ഭിന്നമായിട്ടല്ല ചിന്തിച്ചിരുന്നത്. 13-ാം വാക്യത്തിൽ നാം കണ്ടു, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ എന്ന്. എന്നിട്ട് പറയുകയാണ്, ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ ദൈവത്തിന് കഴിയുകയില്ലല്ലോ. തെറ്റായ ഒരുവനെ ശരിയാണെന്ന വിധത്തിൽ അംഗീകരിക്കാൻ ദൈവത്തിന് കഴിയില്ല. അതിനാലാണ് തൻ്റെ സമയത്ത് മതനേതാക്കന്മാരോട് കർത്താവ് അത്ര കർക്കശമായി സംസാരിച്ചത്. അവൻ അവരെ വിളിച്ചത് കപടഭക്തർ എന്നായിരുന്നു. കാരണം തങ്ങളല്ലാത്തത് എന്തോ ആകുന്നു എന്ന് കാണിക്കുവാനുള്ള തത്രപ്പാടിലായിരുന്നു ആ കാലത്തെ മതനേതാക്കന്മാർ. നാം സത്യസന്ധരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. വാഗ്വാദം അഥവാ തർക്കം. ദൈവമക്കൾ തങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാകണം. പൊള്ളയായ വാക്കുകളിലും തത്വശാസ്ത്രങ്ങളിലും നമ്മുടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലും തർക്കിച്ച് സമയം കളയുന്നവരാകരുത് നാം. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് തർക്കിക്കുമ്പോൾ അതിൽ നിന്നും എന്തു പ്രയോജനം ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. തർക്കിക്കുന്ന നിങ്ങൾക്കും നിങ്ങളോട് തർക്കിക്കുന്ന ആളിനും ആത്മീയ വർധന വരുത്തുന്നില്ല എങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് ഏറ്റവും വലിയ മഠേത്തരമാണ്. പലപ്പോഴും വാഗ്വാദം കഴിയുമ്പോൾ വാശി കൂടുക മാത്രമാണ് ഈ വാഗ്വാദം ചെയ്യുന്നവർക്കുണ്ടാകുന്നത്. അങ്ങനെ പറയേണ്ടതായിരുന്നു, ഇങ്ങനെ പറഞ്ഞെങ്കിൽ അവനെ വാക്കുമുട്ടിക്കാമായിരുന്നു. അതും എത്ര നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം വാദിക്കുന്നത്. താങ്കൾ പറയുന്ന കാര്യം ശരിയാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് വാദിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ മാത്രമാണ് ശരിയായത് എന്നാണല്ലേ വാദം. എന്നാൽ
അതിന് മറ്റൊരു വശമുണ്ടെന്ന് കാണുവാൻ അല്പം സമയമെടുക്കുന്നത് നല്ലതല്ലേ സുഹൃത്തെ? ജീവസന്ദേശം പ്രോഗ്രാം ശ്രദ്ധിച്ചതിന് ശേഷം ഒരു സഭാ ശുശ്രൂഷകൻ ഇപ്രകാരം എഴുതി: താങ്കളുടെ ശുശ്രൂഷയെ ഞാൻ അഭിനന്ദിക്കുന്നു. താങ്കളുടെ പഠനത്തെ ഞാൻ എൻ്റെ സഭയിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. താങ്കൾ പറയുന്നതെല്ലാം ഞങ്ങൾക്ക് അംഗീകരിക്കുവാൻ സാധിക്കില്ല. അത് വാസ്തവമാണ്. ഞാൻ പറയുന്നതിൽ ചിലത് അദ്ദേഹത്തിന് അംഗീകരിക്കുവാൻ കഴിയുകയില്ല. അദ്ദേഹം പറയുന്നതെല്ലാം എനിക്കും അംഗീകരിക്കുവാൻ പ്രയാസമാണ്. ഒരുപക്ഷെ ഞങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഓരോ ചോദ്യത്തിനും 3 വശങ്ങളുള്ളതായി കാണും. ഒരു വശം ഞാൻ ചിന്തിക്കുന്നത്, മറ്റേ വശം അദ്ദേഹം ചിന്തിക്കുന്നത്, പിന്നെ ഇനി 3ാമത്തെ വശം ശരിയായ വശം. ഒരുപക്ഷെ നമ്മെ ഇരുവരെയും ദൈവം നേരെ ആക്കേണ്ടതായിട്ടുണ്ടാകും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്തെന്നാൽ, അടിസ്ഥാന സത്യങ്ങളിൽ ഞങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞിട്ട് അതിൽ തർക്കിക്കുവാൻ പാടില്ല. അപ്രകാരത്തിലാണ് നമുക്ക് ആവശ്യവും. അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ നാം പലപ്പോഴും വളരെയേറെ സമയം കളയാറുണ്ട്. ആർക്കും പ്രയോജനം ചെയ്യാത്തവയിൽ അതിനുവേണ്ടി പരിശീലിപ്പിച്ച് വിട്ടിരിക്കുന്ന പല കൂട്ടങ്ങളുണ്ടെന്ന് ഓർക്കണം. ഉദാഹരണത്തിന് യഹോവ സാക്ഷികൾ. നമ്മുടെ ഭവനങ്ങളിലൊക്കെ അവർ വന്നാൽ തർക്കിക്കുകയല്ലാതെ എന്തെങ്കിലും ചെയ്യുമോ? അതുപോലെ പല സഭാവിഭാഗങ്ങളിലെയും ആളുകൾ തർക്കിക്കുവാൻ ശ്രമിക്കുന്നത് കാണാറുണ്ട്. ആ ഒരു മനോഭാവം കളഞ്ഞിട്ട് തെറ്റിനോട് അനുരഞ്ജനപ്പെടാതെ അന്യോന്യമുള്ള കൂട്ടായ്മ ആസ്വദിക്കുന്നവരാകണം നാം. ഓരോ ക്രിസ്തുവിശ്വാസിയും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഈ വാഗ്വാദം ചെയ്യുന്നവരെക്കുറിച്ച് പൗലോസ് പറയുന്നത് അങ്ങനെ വാദിക്കാതിരിക്കണം എന്നത്രേ. കാരണം അങ്ങനെയുള്ള വാഗ്വാദം കൂടുതൽ അഭക്തിയിലേക്ക് മാത്രമേ നയിക്കൂ. ഇത്തരത്തിലുള്ള വാഗ്വാദം കൊണ്ട് മനുഷ്യരെ മറിച്ച് കളയുവാൻ മാത്രമേ കഴിയൂ. സ്നേഹത്തിൻ്റെ ഭാഷ ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും. എന്നാൽ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള തത്രപ്പാട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാക്കൂ. ഇതിനു പകരം എന്താണ് ചെയ്യേണ്ടത് എന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്. 15ാം വാക്യം നമുക്ക് നോക്കാം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. വേറൊരു തർജ്ജിമ, ദൈവത്തിന് അംഗീകാരയോഗ്യനായി നിൽപ്പാൻ പഠിക്കുക. നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് ചെയ്യാവുന്നതിലേക്ക് ഏറ്റവും നല്ലത് ചെയ്യുവാൻ താല്പര്യപ്പെടണം. എന്തിനെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് അംഗീകാരയോഗ്യനായി നിൽപ്പാൻ. വേലക്കാരൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വചനം പഠിപ്പിക്കുന്ന വ്യക്തിയെ ഉദ്ദേശിച്ചാണ്. എന്ന് പറഞ്ഞാൽ അയാൾ ദൈവവചനത്തിൻ്റെ ചുറുചുറുക്കുള്ള വിദ്യാർത്ഥി ആയിരിക്കേണ്ടതാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ ശരിയായി കൈകാര്യം ചെയ്യുക എന്നാണ്. ദൈവവചനത്തെ ശരിയായി കൈകാര്യം ചെയ്യുവാൻ ഒരു ദൈവപൈതൽ ഒരു വിദഗ്ധനായ കൈത്തൊഴിൽക്കാരനെ പോലെ സാമർഥ്യമുള്ളവനായിരിക്കണം. ദൈവവചനം സത്യത്തിൻ്റെ ഒരു വലിയ ഭാണ്ഡമാകുന്നു. ആയതിൽ ഏതാനും ശരിയായ വിഭജനമുണ്ട് എന്നും ദൈവവചനത്തിൻ്റെ ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ നിന്നും അല്ലെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഓരോ വാക്യങ്ങൾ എടുത്ത് ഏതെങ്കിലുമൊക്കെ ഭാഗത്തെ സൗകര്യപൂർവ്വം അവഗണിച്ചും ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാമെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ ബൈബിൾ അങ്ങനെയുള്ളൊരു പുസ്തകമല്ല. അതുകൊണ്ട് തന്നെയാണ് തിരുവചനം ആദ്യോടന്തം ക്രമാനുഗതമായി പഠിപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നത്. പലരും ഈ വിധത്തിലുള്ള പഠിപ്പീരിനെ വിമർശിക്കാറുണ്ട്. എന്നാൽ ദൈവവചനം ഈ പറഞ്ഞതുപോലെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പ്രയോജനമുണ്ടാകുകയുള്ളൂ. ഇന്ന് അനേകരും ബൈബിളിനെ കെട്ടുകഥയായിട്ടാണ് കാണുന്നത്. ബൈബിൾ പഠിക്കാതെ അതിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രഹിക്കാതെ അതിനെ കെട്ടുകഥ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് ശരിയാണോ? പൗലോസ് പറയുന്നു സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ, മറ്റൊരു തർജ്ജിമ സത്യവചനത്തെ ശരിയായി വിഭജിക്കുക എന്നാണ്. ദൈവവചനത്തിൽ ഓരോ കാലത്തും ദൈവം പ്രവർത്തിച്ച പ്രത്യേകം രീതികളുണ്ട്. അത് നാം മനസ്സിലാക്കണം. ഇംഗ്ലീഷിൽ ഡിസ്പെൻസേഷൻ എന്ന് പറയും. ദൈവം മനുഷ്യനോട് ഇടപെട്ട വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ, വിധങ്ങൾ, രീതികൾ.
രക്ഷയ്ക്കുള്ള അടിസ്ഥാനം എന്നും ഒന്ന് തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണം ഒന്നുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ മനുഷ്യൻ ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം പ്രകടമാക്കിയിരുന്നത് വിവിധ രീതികളിലാണ്. ഉദാഹരണത്തിന് ഹാബേലും അബ്രഹാമും ദൈവസന്നിധിയിൽ വന്നപ്പോൾ അവർ കുഞ്ഞാടുകളുമായി വന്നു. അടുത്ത ആഴ്ച നിങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ ഒരു ആടിനെയും കൊണ്ട് വരില്ല എന്ന് ഞാൻ ഊഹിക്കട്ടെ. ലേലം വിളിക്കാൻ കൊണ്ടുവന്നോ? കുഴപ്പമില്ല. യാഗത്തിന് കൊണ്ടുവരില്ല. അങ്ങനെ ചെയ്യുന്നത് ഇന്നത്തേക്ക് യോജിക്കുന്നതല്ല. കാരണം ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് വന്നു കഴിഞ്ഞു. ആ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹാബേലും അബ്രഹാമും എല്ലാം വരുവാനുള്ള കുഞ്ഞാടിനെ നോക്കി, നാമോ അവൻ്റെ മരണത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദൈവ പൈതൽ ദൈവവചനം പഠിക്കേണ്ടതുണ്ട്. ദൈവവചനം ഞാൻ പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ എനിക്കതിലെ യാതൊന്നും മനസ്സിലാകുമായിരുന്നില്ല. ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു എന്നാണ് എനിക്കന്ന് തോന്നിയത്. എന്നാൽ കർത്താവിൻ്റെ ഒരു ദാസൻ എന്നെ സഹായിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ദൈവവചനം അനേകർക്ക് പറഞ്ഞു കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നത്. അനേകം വർഷങ്ങൾ ഞാൻ വായിച്ച ബൈബിൾ എനിക്ക് ഒരു പുതിയ പുസ്തകമായി അനുഭവപ്പെട്ട ഒരു സമയമുണ്ടായി. അതുകൊണ്ട് അനേകർക്കത് പ്രയോജനപ്പെടുന്നു എന്ന് പിന്നീട് കേൾക്കുവാൻ ഇടയായി തീർന്നു. 16-ാം വാക്യം നോക്കിക്കാട്ടെ. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക, ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. ദൈവത്തെ കൂടാതെയുള്ള സംസാരം, അതായത് ജനങ്ങളെ ദൈവത്തിങ്കിൽ നിന്നും അകറ്റിക്കളയുന്ന സംസാരം. ഇവിടെ പറയുന്നത് ഈ പറഞ്ഞതുപോലുള്ള പഠിപ്പീരിനെ മുറുകെ പിടിക്കുന്നവർ അഭക്തിയിലധികം മുതിർന്നു വരും എന്നത്രേ. ഇവിടെ ശരിയായ ദിശയിലേക്കുള്ള വളർച്ചയല്ല, നാശത്തിലേക്കുള്ള വളർച്ചയാണ്. ശൂന്യമായ പ്രയോജനം ചെയ്യാത്ത സംസാരത്തെ ഒഴിഞ്ഞിരിക്കുക എന്ന്, അത് യാതൊരു ഗുണവും ചെയ്യില്ല. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. അവരുടെ വാക്കെന്നതിനാൽ പഠിപ്പീര്, അതാണ് ഇവിടുത്തെ അർത്ഥം. എത്ര സഭകളിൽ ഇന്ന് തെറ്റായ പഠിപ്പീര് ക്യാൻസർ പോലെ ബാധിച്ചു കിടക്കുന്നു. അത് ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, സഭകളെ ദ്രവിപ്പിക്കുന്നതാണ്. 18-ാം വാക്യത്തിൽ പറയുന്നത്, ഹുമനയോസും ഫിലെത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ച് കളയുന്നു. പൗലോസ് ഇവിടെ പറയുന്ന ഈ 2 പേരെക്കുറിച്ച് എനിക്കധികമൊന്നും അറിയില്ല. എന്നാൽ അവർ വിശ്വാസം ത്യജിച്ചവരായിരുന്നു എന്ന് വ്യക്തമാണ്. പുനരുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞു എന്ന് ആ കാലങ്ങളിൽ ചിലർ പഠിപ്പിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം അന്ന് ജീവിച്ചിരുന്നവർ അത് നഷ്ടപ്പെടുത്തിയെന്നാണ്. അതായിരുന്നു അവരുടെ ദുരുപദേശം. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിൻ്റെ മുദ്ര. മുദ്ര എപ്പോഴും ഉടമസ്ഥാവകാശം കാണിക്കുവാനും പ്രാമാണ്യം കാണിക്കുവാനുമുള്ള അടയാളമായിരുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങളിൽ ദൈവം തൻ്റെ ജനത്തോട് പറഞ്ഞത് തൻ്റെ കൽപ്പനകളെ ഏറ്റെടുക്കുവാനാണ്. അവയെ അടയാളമായി നിൻ്റെ കൈമേൽ കെട്ടണം, അവ നിൻ്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം, അവയെ നിൻ്റെ വീട്ടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ വീടുകളെ ദൈവവചനത്തിനായുള്ള പരസ്യ പലകയാക്കണം എന്നത്ര ദൈവം അരുളി ചെയ്തത്. ആയത് അവനെ ജീവനുള്ള ദൈവത്തിൻ്റെ ആരാധകനായി തിരിച്ചറിയുവാൻ സഹായകമായി. ഇന്നത്തെ ക്രിസ്തു വിശ്വാസികളുടെ കാര്യം എങ്ങനെയാണ്? താനൊരു ദൈവപൈതലാകുന്നു എന്നുള്ള വസ്തുത എങ്ങനെയാണ് അവൻ മറ്റുള്ളവരെ അറിയിക്കുന്നത്? ചിന്തിച്ചാട്ടെ. എന്നിട്ട് പറയുന്ന, കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്ന്. അങ്ങനെയാണ് ജനം ദൈവത്തിൽ നിന്നുള്ളവർ ആരാകുന്നു എന്ന് അറിയുവാൻ പോകുന്നത്. ഇതാണ് വേർപാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദുഷ്ടതയിൽ നിന്നുള്ള വേർപാട്, ക്രിസ്തുവിങ്കലേക്ക് ചേരുന്ന വേർപാട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കണം. ദുഷ്ടത വിട്ടുമാറണം, ക്രിസ്തുവിനെ സ്വീകരിക്കണം, അവനോട് ചേരണം. താങ്കൾ കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നുവെങ്കിൽ താങ്കൾ പാപത്തിലല്ല ജീവിക്കുന്നത് എന്ന് ഉറപ്പാക്കിക്കൊള്ളുക.
അനേകർ വളരെയേറെ ഉപദേശവും വേർപാടും ഒക്കെ പറയും, എന്നാൽ ജീവിക്കുന്നത് പാപത്തിലും. ഇതുകൊണ്ട് വാസ്തവത്തിൽ സംഭവിക്കുന്നത് ദൈവനാമം ദുഷിക്കപ്പെടുക മാത്രമാണ്. തനിക്കുള്ളവരെ കർത്താവ് അറിയുന്നു, കാരണം ഹൃദയങ്ങളെ വിവേചിച്ചറിയുന്നവനാണല്ലോ നമ്മുടെ കർത്താവ്. എന്നാൽ ലോകം നോക്കുന്നത് പുറമേയുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ലോകം സംതൃപ്തവുമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ലോകം തന്ത്രപൂർവമായ പരസ്യങ്ങളാൽ പാപത്തെ ആകർഷകമാക്കി കാണിക്കുവാനാണ് ശ്രമിക്കുന്നത്. എന്തെല്ലാം വേലകളാണ്! നാം എങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തുവിനായുള്ള ഒരു പരസ്യമാണോ? അതെ, ആകർഷകമായ പരസ്യം. മറ്റുള്ളവരെ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കുന്ന പരസ്യ പലകകളാകണം നാം ഓരോരുത്തരും. 20ഉം 21ഉം വാക്യങ്ങളിൽ വായിക്കുന്നു, എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. ഈ വാക്യങ്ങളിൽ ഒരു ക്രിസ്തുവിശ്വാസിയെ ഒരു പാത്രത്തോടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു പാത്രം ഉപയോഗിക്കണമെങ്കിൽ അത് വൃത്തിയായിരിക്കണം. ഉദാഹരണത്തിന്, താങ്കൾ ഒരു മരുഭൂമിയിലൂടെ നടക്കുന്നു എന്ന് കരുതുക. നിങ്ങളൊരു മരുപ്പച്ചയുടെ അടുത്തെത്തി. ദാഹം കൊണ്ട് മരിക്കാറായ ഒരവസ്ഥയാകുന്നു നിങ്ങളുടേത്. അവിടെ 2 പാത്രങ്ങൾ താങ്കൾ കാണുന്നു. ഒന്ന് പൊന്നുകൊണ്ടുള്ളത്, വളരെയേറെ അലങ്കരിച്ചിട്ടുള്ളത്, എന്നാൽ ആകെ വൃത്തികെട്ടതാണ്. മറ്റേ പാത്രം ഒരു പഴയ മൺപാത്രമാണ്. അത് കഷ്ടിച്ച് വെള്ളം നിറയ്ക്കാവുന്നത് മാത്രമാണ്, കാരണം അതിന് പൊട്ടലുണ്ട്. എന്നാൽ അത് നല്ല വൃത്തിയാണ്. ഈ പറഞ്ഞതിൽ നിങ്ങൾ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏതായിരിക്കും? ഇനിയും നിങ്ങൾക്കുള്ളത്രയും ബുദ്ധി മാത്രമേ ദൈവത്തിനുള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ അവൻ വൃത്തിയുള്ള പാത്രങ്ങളെ ഉപയോഗിക്കൂ എന്നത് മനസ്സിലാക്കുവാൻ സാമാന്യ ബുദ്ധി മതിയല്ലോ, അല്ലേ? അവൻ വൃത്തികെട്ട പാത്രങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇന്ന് ദൈവം നോക്കുന്നത് വൃത്തിയുള്ള പാത്രങ്ങളാണ്, വില കൂടിയ പാത്രങ്ങളല്ല, മനോഹരങ്ങളായ പാത്രങ്ങളല്ല, പിന്നെയോ വൃത്തിയുള്ള പാത്രങ്ങൾ, വെടിപ്പുള്ള പാത്രങ്ങൾ. അതത്രേ ദൈവം ഇന്ന് നോക്കുന്നത്. 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. എത്ര പ്രാവശ്യം പൗലോസ് നീതിയും വിശ്വാസവും സ്നേഹവും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് ശ്രദ്ധിച്ചോ? അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകെത്തുകയാകുന്നു എന്ന് പറയാവുന്നതാണ്. പ്രസംഗപീഠത്തിൽ നിന്ന് പറയേണ്ടവ മാത്രമല്ലിത്. ഇവ പ്രാവർത്തിക ജീവിതത്തിൽ ഓരോ വിശ്വാസിയും വെളിപ്പെടുത്തേണ്ടവയാണ്. ഇനിയും രൂപാലങ്കാരം മാറുന്നു. വീട്ടിലെ പാത്രത്തിന് പകരം ഇനിയും വീട്ടിലെ ദാസനെക്കുറിച്ച് സംസാരിക്കുന്നു. 23ഉം 24, 25ഉം വാക്യങ്ങൾ. ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞത് ഒഴിഞ്ഞിരിക്കുക. കർത്താവിൻ്റെ ദാസൻ ശണ്ട ഇടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും. ഓരോ വിശ്വാസിയും ഓരോ ദാസന്മാരെ പോലെയാണ്. അവർ സകല മനുഷ്യരോടും ശാന്തനായിരിക്കണം. ഇത് പറയുമ്പോൾ ഇവിടെ ഒരു വിപരീതത്വം ഉള്ളതുപോലെ തോന്നാം, അല്ലേ? ഒരു പടയാളി പോരാടണം, എന്നാൽ ഒരു ദാസൻ പോരാടുവാൻ പാടില്ല. ഇത് ഒരു വിപരീതത്വമല്ല. പ്രത്യക്ഷത്തിൽ വിപരീതത്വമായി തോന്നുന്നത് മാത്രമാണ്. നാം സത്യത്തിനു വേണ്ടി നിൽക്കുമ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. അത് മാത്രമല്ല, നാം എവിടെയാണ് നിൽക്കുന്നതെന്ന് ജനങ്ങൾ അറിയണം. അതെ, നമ്മുടെ നിലപാട് മറ്റുള്ളവർ അറിയണം. ഒരു ഭീരുവാകുവാൻ പാടില്ല. ആരോ പറഞ്ഞു, മൗനം വിദ്വാന് ഭൂഷണം തന്നെയെന്ന്. എന്നുകണ്ട് മിണ്ടാതിരിക്കുന്നവരെല്ലാം വിദ്വാൻമാരാകണമെന്നില്ല, ഉണ്ടോ? അതേ സുഹൃത്തെ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. അതേസമയം
നാം ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ കർത്താവിൻ്റെ ദാസൻ്റെ സ്വഭാവ ഗുണങ്ങളിൽ അതിപ്രധാനമായിട്ടുള്ളതും അടിസ്ഥാനപരമായിട്ടുള്ളതുമായ ഒന്നത്രേ ശാന്തത, സൗമ്യത. ഒരു വ്യക്തിയെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ താങ്കൾ ശ്രമിക്കുന്ന പക്ഷം അയാളോട് തർക്കിക്കുവാൻ ശ്രമിക്കരുത്. അയാൾ താങ്കളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചെന്നാൽ അങ്ങനെ ഇരിക്കട്ടെ. ബുദ്ധിയില്ലാത്ത മൗഢ്യ തർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കുക. പല ആളുകളും എന്നോട് നിരന്തരം തർക്കിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ആവശ്യമുള്ളവയ്ക്ക് വേണ്ടി അല്ല, അപ്രധാനങ്ങളായ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ തർക്കിക്കും. ഓർക്കണം, നമുക്കതിനുള്ള സമയമില്ല. തീ പിടിച്ചൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. താമസിച്ചു പോകാതെ ദൈവവചനം എത്രയും വേഗം എല്ലാ കോണിലും എത്തിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഇന്ന് സുവിശേഷീകരണം നടക്കാത്തതിൻ്റെ പ്രധാന കാരണം ഈ അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ തർക്കിച്ചും വാദിച്ചും നാം നമ്മുടെ സമയം കളയുന്നു എന്നുള്ളതാണ്. മുൻഗണന നൽകേണ്ടവയ്ക്ക് അത് നൽകി നമുക്ക് മുന്നേറാം. ദൈവവചനം നൽകുക മാത്രം ചെയ്യുക. ഇതിന് ക്ഷമ വളരെയേറെ ആവശ്യമാണ്. ഒടുവിലത്തെ വാക്യം, 26-ാം വാക്യം, പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതും ആകുന്നു. ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് ഇന്ന് അത്യന്താപേക്ഷിതമായുള്ള ഒന്ന് ഇതത്രേ, സൗമ്യത. അത് ഇല്ലാത്തതാണ് ഇന്നത്തെ സകല പ്രശ്നങ്ങൾക്കും കാരണം. ഈ അധ്യായത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു എങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു വിശ്വാസിയെക്കുറിച്ചുള്ള നല്ലൊരു ചിത്രം പൗലോസ് വരച്ചതായി കാണാവുന്നതാണ്. ഒരു വിശ്വാസി മകനാണ്, ഒരു നല്ല പടയാളിയാണ്, ചട്ടപ്രകാരം മത്സരിക്കുന്ന കായികാഭ്യാസിയാണ്, കഠിനാധ്വാനം ചെയ്യുന്ന കൃഷിക്കാരനാകുന്നു. ഈ നിലകളിൽ നാം നമ്മുടെ പ്രവർത്തനങ്ങളിൽ സമർപ്പിക്കപ്പെട്ടവരായി തീർന്നിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വേലയിൽ ഒരുവൻ എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടണമെന്നുള്ളത് അവൻ്റെ ഒരുക്കത്തിനനുസരിച്ചുള്ള ദൈവത്തിൻ്റെ തീരുമാനമാകുന്നു. വിടേണ്ടവയെ വിട്ടകന്ന് വിശുദ്ധവും ഉടമസ്ഥന ഉപയോഗവുമായി നല്ല വേലയ്ക്കൊരുങ്ങിയിരിക്കുന്നവരാകുന്നു മാനപാത്രങ്ങളായി ശോഭിക്കുന്നത്. മാന്യകാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാനപാത്രങ്ങളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.